ആദ്യം നമുക്ക് IPCA ലാബ്സിന് ലഭിച്ചിരിക്കുന്ന ഒരു ബ്രോക്കറേജ് കോൾ നോക്കാം. MKയിൽ നിന്നാണ് ഈ ഒരു ബ്രോക്കറേജ് കോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ബൈ റേറ്റിംഗ് ആണ് നൽകിയതായിട്ട് കാണുന്നത്. 1700 എന്നൊരു ടാർഗറ്റ് പ്രൈസാണ് ഇപ്പോൾ ഈ ഒരു ഓഹരിക്ക് നൽകിയിരിക്കുന്നത്. ഒരു ഡൊമസ്റ്റിക് ഔട്ട് പെർഫോമൻസിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നേട്ടം കമ്പനിക്ക് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ ഒരു ബൈക്കോളിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷനൊക്കെ കമ്പനി മികച്ച രീതിയിൽ ചെയ്യുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളതായിട്ട് മനസ്സിലാകുന്നത്. മാത്രമല്ല US ഇനിയുള്ള ഒരു എൻട്രിയൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഫ്യൂവൽ കമ്പനിക്കാകുമെന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. കൂടാതെ യൂറോപ്പിലെ ബിസിനസ്സൊക്കെ ഒരു മികച്ച രീതിയിൽ കമ്പനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലൊക്കെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റേറ്റിംഗ് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 17% ഒരു EPS CAGR, അതായത് IPCL അത്തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷൻ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഓഹരിക്ക് ബ്രോക്കറേജ് വെക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു ഓഹരിയിൽ നേട്ടമാണുള്ളത്. എന്തായാലും ഒരു 0.5% മുകളിൽ നേട്ടം രേഖപ്പെടുത്തിയാണ് IPCA ലാബ്സ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിലെ ചാർട്ട് ഇപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടെക്നിക്കലി സ്ട്രോങ് ചാർട്ട് എന്ന് പറയാൻ സാധിക്കും. അതായത് റീസെൻ്റ്ലി ഒരു കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽസാണ് ലാസ്റ്റ് 3 days ആയിട്ട് ഈ ഒരു ഓഹരിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഇന്നും ഒരു പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽ ഏകദേശം 0.69% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് മൂവ് നടന്നത് 14th നവംബറിലാണ്. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽസ് കറൻ്റ്ലി ഒരു റീസെൻ്റ്ലി ഫോം ചെയ്ത 28th നവംബറിൽ ഫോം ചെയ്ത ക്യാൻഡിൽ ഒരു മദർ ക്യാൻഡിലായി ആക്ട് ചെയ്ത് ഒരു ബോക്സ് പാറ്റേൺ ആണ് കറൻ്റ്ലി ഫോം ചെയ്യുന്നത്. 1459 എന്ന ലെവൽ മറികടന്നാൽ വീണ്ടും ഒരു മൊമെൻറ്റം ക്യാൻഡിഡേറ്റായി ഈ ഒരു ഓഹരി മാറാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ 1394 എന്നത് നിയർ ടേം ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയുമുണ്ട്.